വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRB ജനറൽ സയൻസ് ഫിസിക്സിൽ ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നും അതുപോലെ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താണെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. PDF കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയുള്ള ചാനലിൽ ഏതാണ്ട് 100 മുകളിൽ ആൾക്കാർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം ആ ചാനൽ വഴിയായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഓംസ് ലോയെ പറ്റിയാണ്. അപ്പോൾ ഓംസ് ലോ പറയണമെങ്കിൽ നമ്മൾ ആ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവണം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞേ, എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? ഒരു കണ്ടക്ടർ അല്ലേ, ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇലക്ട്രോൺസ് അതല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ആ രണ്ട് എൻഡുകൾക്കിടയിൽ എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമ്മൾ സെൽ അല്ലെങ്കിൽ ബാറ്ററി കൊടുക്കുന്നത്. ഈ ബാറ്ററിയാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ആ ചെയ്യുന്ന വർക്ക് കാരണമാണ് ഈ രണ്ട് എൻഡുകൾക്കിടയിൽ എന്തുണ്ടാകുന്നത്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഈ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിൻ്റെ പേരാണ് വോൾട്ട് മീറ്റർ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. V എങ്ങനെ കണ്ടുപിടിക്കുന്നത്? V = W/Q ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. യൂണിറ്റ് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ട് ആണ് എന്ന കാര്യങ്ങൾ നമ്മൾ തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കാരണം, ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് എൻഡുകൾക്കിടയിൽ ഉള്ളത് കാരണം ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര ചാർജുകൾ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകളാണ് ഫ്ലോ ചെയ്യുന്നത് എന്ന അളവിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് അല്ലെങ്കിൽ നമ്മൾ I എന്ന ലെറ്റർ കൊണ്ട് വിളിച്ചത്. ആണോ അല്ലേ? എന്താ പറഞ്ഞത്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് പോയിന്റുകൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കാരണം ആ കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര ചാർജാണ് ഫ്ലോ ചെയ്യുന്നത് എന്ന അളവിനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് വിളിച്ചത്. I എന്തായിരുന്നു? ഫോർമുല Q/T ആയിരുന്നു. ഇൻറ്റൻസിറ്റി നമ്മൾ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് അതിൻ്റെ ഡിവൈസ് പറഞ്ഞല്ലേ? അതിൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? അമ്മീറ്റർ ആണ്. എന്താണ്? അമ്മീറ്റർ ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ആംപിയർ ആണ് എന്ന കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞു. അമ്മീറ്റർ കൊടുക്കുന്നത് ഈ ഡിവൈസിനോട് ചേർന്ന് അഥവാ എന്നെങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ഇനി എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്? ഇത് രണ്ടും കൂടെ, ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യം കൂടെ ചേർത്ത് ഇലക്ട്രിസിറ്റിയെ പറ്റി ആദ്യമായി പറഞ്ഞൊരു നിയമമാണ് എന്ത്? ഓംസ് ലോ എന്ന് പറയുന്നത്. നിങ്ങളതിനെ ആലോചിച്ച് നോക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുകയാണെങ്കിൽ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവും കൂടുവോ കുറയോ? കൂടും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സാധാരണ സെല്ല് നമ്മളതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൈകൊണ്ട് തൊട്ടാൽ, നമ്മൾ തറയിലാണ് ചവിട്ടി നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദേഹത്തോട്ട് ഒരു ചെറിയ കറണ്ട് പോകും. പക്ഷേ അത് നമുക്ക് എഫക്റ്റ് ആവത്തില്ല. നേരെ മറിച്ച് ഒരു മൊബൈൽ ചാർജർ പിടിച്ചാലും നമുക്ക് എഫക്റ്റ് ആവത്തില്ല. പക്ഷേ ഒരു കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ഒക്കെ ബാറ്ററി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഷോക്ക് അടിക്കാം. നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ വരുന്ന KCB ലൈനിൽ തൊട്ടാൽ നല്ല രീതിയിൽ ഷോക്ക് അടിക്കും. കാരണം എന്താ? ഇത് മൂന്നും നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് വ്യത്യാസമാണ്. ഒരു സാധാ സെല്ലിന് 1.5 വോൾട്ട് മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് കണക്ഷൻ 230 വോൾട്ടാണ്. അപ്പോൾ എന്ത് പറ്റും? വോൾട്ടേജ് കൂടുമ്പോൾ അതനുസരിച്ച് അവിടുത്തെ കറണ്ട് കൂടും. ഈ കാര്യമാണ് ആര് പറഞ്ഞത്? ഓംസ് ലോ എന്ന് പറയുന്ന നിയമത്തിനകത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് ഓംസ് ലോയിൽ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവെന്ന് പറയുന്നത് ആ എൻഡുകൾക്കിടയിലുള്ള എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രപ്പോർഷണലാണ്. ഇത്രയേ ഉള്ളൂ. ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്. അതായത് രണ്ട് എൻഡുകളുണ്ട്. ഇത് ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലോട്ട് എത്രത്തോളം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. V ഈസ് പ്രപ്പോർഷണൽ ടു I. പക്ഷേ ഒരു പ്രശ്നം, നമ്മൾ വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കൂടുമെന്ന് പറഞ്ഞു. വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കൂടും, അതാണല്ലോ ഡയറക്റ്റ്ലി പ്രപ്പോർഷണലിൻ്റെ അർത്ഥം. വോൾട്ടേജ് കുറഞ്ഞ കറണ്ടും എന്ത് ചെയ്യും? കുറയും. പക്ഷേ വോൾട്ടേജ് കൂടുമ്പോൾ എത്രത്തോളം കറണ്ടാണ് കൂടുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജിനൊരു കുറവ് സംഭവിച്ചാൽ എത്രത്തോളം കറണ്ടാണ് കുറയുന്നത് എന്നുള്ളത് ആ പറയുന്ന
മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യും. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നോക്കി, വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ബട്ട് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഈ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാനായിട്ട് ഇവിടെ വരുന്ന കോൺസ്റ്റൻ്റ് ആണെന്ത്, ആർ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും, പക്ഷേ എത്രത്തോളം കൂടുമെന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ മെറ്റീരിയലിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് അഥവാ ആർ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇനി ഗ്രാഫ് ഇത് പറയുന്ന ഓംസ് ലോക്ക് ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഓംസ് ലോയുടെ ഗ്രാഫ് ഏതെന്ന് ചോദിക്കാം. നമുക്കറിയാം ഓംസ് ലോ രണ്ട് ആൾക്കാരെ പറ്റിയേ പറയുന്നുള്ളൂ, വോൾട്ടേജും കറണ്ടും. അപ്പോൾ ഓംസ് ലോയുടെ ഗ്രാഫിലും ആരൊക്കെ കാണുള്ളൂ, വോൾട്ടേജും കറണ്ടും. ഇനി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചതിൻ്റെ അർത്ഥം വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. സോ ഇതാണെന്ത്, വി ഐ ഗ്രാഫ് അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് അല്ലെങ്കിൽ ഓംസ് ലോയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഓംസ് ലോ പറഞ്ഞത്, ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ പറയുന്ന കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി എത്രത്തോളം കൂടുന്നു എന്നുള്ളത് ആര് ഡിപ്പെൻഡ് ചെയ്യും, ആ വസ്തുവിൻ്റെ റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് റെസിസ്റ്റൻസ് അഥവാ ആർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, കറണ്ട് ഫ്ലോയ്ക്ക് നേരിടുന്ന തടസ്സം. ഒരു കണ്ടക്ടറിലൂടെ ഒരു ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിനകത്ത് മറ്റ് മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോൺസിന് അത്ര സുഖമായിട്ട് കടന്നു പോകാനായിട്ട് ഈ മെറ്റീരിയൽ സമ്മതിക്കണമെന്നില്ല. അതിനെന്തുണ്ടാകും, ഒരു റെസിസ്റ്റ് അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാകും. അങ്ങനെ ഒരു വസ്തു, ഒരു മെറ്റീരിയൽ കറണ്ട് ഫ്ലോയ്ക്ക് എത്രത്തോളം തടസ്സം കൊടുക്കുന്നു എന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ദാറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജസ്. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. നോക്കിയേ, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണെങ്കിൽ ഇതിൽ നിന്നും ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കാം, വി ബൈ ഐ എന്ന് എഴുതിക്കൂടെ, എഴുതാം. അപ്പോൾ ഈ വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടും കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയറുമാണ്. അപ്പോൾ വോൾട്ടേജ് ബൈ ആംബിയർ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഓം. എന്താണ് ഓം, ഓംസ് ലോയിൽ ഓം അല്ലേ ആ നിയമം കൊണ്ടുവന്നു. അതുകൊണ്ട് സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഓം എന്ന യൂണിറ്റ് കൊടുത്തു. ഓമിൻ്റെ സിമ്പലാണ് ഇതാ ഈ കാണുന്ന സിമ്പൽ, ഇതാണെന്ത് ഓമിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണ്, കറണ്ട് ഫ്ലോയ്ക്ക് ഉണ്ടാക്കുന്ന തടസ്സം, അതിൻ്റെ യൂണിറ്റാണ് ഓം. എന്താണ് യൂണിറ്റ്, അതിൻ്റെ ഫോർമുല എന്താണ് റെസിസ്റ്റൻസിൻ്റെ, വോൾട്ടേജ് ബൈ കറണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക, ഓംസ് ലോ നമുക്ക് ഇങ്ങനെ വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ മാറി മാറി വരും. അപ്പോൾ അത് ഓർക്കാനായിട്ട് ട്രയാങ്കിൾ ഉണ്ട്, വി ഐ ആർ എന്നാണ് ട്രയാങ്കിൾ. അതായത് ഇതിൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചാൽ അത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്, താഴത്തവനെ ക്രോസ് ചെയ്താൽ മതി. ഇനി കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി ബൈ ആർ ആണ്. ഇനി റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എടുത്താൽ മതി, എന്താണത്, അത് വി ബൈ ഐ ആണ്. ആ ഫോർമുല ഓർത്ത് വയ്ക്കാൻ ഈ ട്രയാങ്കിൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന തടസ്സം, യൂണിറ്റ് ഓം. അപ്പോൾ ചോദിക്കും എന്താണ് ഒരു ഓം. ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്, ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം അതിൻ്റെ ഫോർമുല എടുക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ഓം എന്താണ്, അപ്പോൾ ഓം എന്ന് വെച്ചാൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്, അത് വി ബൈ ഐ ആണ്. ഇനി എന്ത് ചെയ്യണം, ഈ മുകളിലത്തെ ടേമിൻ്റെ വാല്യൂ ഒന്നൊന്ന് കൊടുക്കുക, അപ്പോൾ 1 വോൾട്ട്. അപ്പോൾ ഈ താഴത്തെ വാല്യൂ എന്ത് ചെയ്ത് 1 കൊടുക്കുക, 1 ആംബിയർ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം നോക്കുക, 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു കണ്ടക്ടറിൽ ഞാൻ കൊടുത്തപ്പോൾ അതിലൂടെ 1 ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യുമെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അത് 1 ഓം ആയിരിക്കും. ഒന്നും കൂടെ, 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ ഒരു കണ്ടക്ടറിൽ കൊടുത്തപ്പോൾ അതിലൂടെ 1 ആംബിയർ കറണ്ടാണ് ഫ്ലോ ചെയ്തതെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആയിരിക്കും. അപ്പോൾ അതവിടെ പറയുന്നത്, when the potential difference is 1 volt and the current through the circuit is 1 ampere, then the resistance is 1 ohm. ഓക്കെ, അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇനി റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് ചോദിക്കും. ഓക്കെ, റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഒന്ന് കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ലെങ്ത് കൂടിയ റെസിസ്റ്റൻസ് കൂടും. സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് എന്ന് വെച്ചാൽ ഇത്രയും നീളമുള്ള ഒരു കണ്ടക്ടർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആയിരിക്കത്തില്ല അതിനേക്കാൾ നീളം കൂടുമ്പോൾ. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. ഞാനിത് ഓർത്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, ഒരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ റോഡ് നിറച്ച് കുണ്ടും കുഴിയുമായിട്ടുള്ള റോഡാണ്. ആ റോഡിൽ കൂടി നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇനി
ആ റോഡിൻ്റെ ലെങ്ത് കൂടുതലാണ്, ആ കൂടുന്ന ലെങ്ത് അത്രയും ഈ പറയുന്ന കട്ടറും കുണ്ടും കുഴിയും ഉണ്ടെങ്കിൽ എന്ത് പറ്റും, റെസിസ്റ്റൻസ് നല്ല രീതിയിൽ കൂടും. ഇനി ഇതേ റോഡിൻ്റെ ഏരിയ കൂടിയെന്ന് വിചാരിക്കുക, അപ്പോൾ കുണ്ടും കുഴിയും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, വലിയ റോഡാകുമ്പോൾ നമുക്ക് ബ്ലോക്കൊന്നും ഉണ്ടാവാതെ നമുക്കിങ്ങനെ വണ്ടി ഒഴിച്ചും വെട്ടിച്ചും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അപ്പോൾ തടസ്സം എന്താണ്, കുറവാണ് അല്ലേ. ഇത് തന്നെയാണ് ഞാൻ ഓർത്ത് വയ്ക്കുന്നത് കോഡ്. അതായത് ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. സോ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ ഏരിയ, ആ പറയുന്ന ഒരു വയർ ആണെങ്കിൽ വയറിൻ്റെ സർക്കിൾ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു വയറിൻ്റെ സർക്കിൾ ഭാഗം, ഇതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഏരിയ കൂടുമ്പോൾ കുറയും. അടുത്ത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടിയ റെസിസ്റ്റൻസ് കൂടും. ടെമ്പറേച്ചർ കൂടിയ റെസിസ്റ്റൻസ് കൂടും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ അകത്തുള്ള മോളിക്യൂളുകൾ, ഇപ്പോൾ നമുക്കറിയാമല്ലോ മാറ്റർ എപ്പോഴും എന്താണ്, റാൻഡംലി വൈബ്രേറ്റിംഗ് ആണ്. നമ്മൾ കെമിസ്ട്രി മാറ്റർ പഠിച്ചു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തുള്ള മാറ്റർ മോളിക്യൂൾസ് ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും. അപ്പോൾ ഈ പോകുന്ന കറണ്ടിനെ തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഇനി മെറ്റീരിയൽ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് 4 ഫാക്ടേഴ്സ്: ലെങ്ത്, ഏരിയ, ടെമ്പറേച്ചർ, മെറ്റീരിയൽ. ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, സോ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടും, സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി മെറ്റീരിയൽ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഞാൻ ഒരുമിച്ച് എഴുതുകയാണ് അല്ലേ. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇനി ടെമ്പറേച്ചർ നമ്മൾ സാധാരണ ഉൾപ്പെടുത്താറില്ല. ഇനി മറ്റൊന്നെന്താണ്, നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്കെടുക്കാം R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A. ഇതിൽ ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞല്ലോ, ആ മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, റെസിസ്റ്റിവിറ്റി. അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് കൂടിയാൽ കൂടും, ഏരിയ കൂടിയാൽ കുറയും. സോ എത്രത്തോളം കൂടും കുറയും എന്നുള്ളത് തീരുമാനിക്കുന്ന മറ്റൊരു ഫാക്ടറാണ്. അതാണ് ആര്, റെസിസ്റ്റിവിറ്റി. ദാറ്റ് ഇസ് റെസിസ്റ്റിവിറ്റി ഇൻറ്റു L ബൈ A എന്നാണ് നമ്മൾ എഴുതുന്നത്. ഈ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അതൊരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന മെറ്റീരിയൽ എത്രത്തോളം റെസിസ്റ്റൻസ് കാണിക്കും. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചു വയ്ക്കേണ്ടതെന്ന് അറിഞ്ഞാൽ മതി. ഈ റോ ഇവിടെ ഇട്ട് ഞാൻ ബാക്കിയുള്ളൊരു ഇപ്പുറത്ത് കൊണ്ടുപോകാൻ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R ഇൻറ്റു A ബൈ L എന്ന് കിട്ടും. ഞാനിവിടെ ഈ പറയുന്ന ഏരിയയും ലെങ്ത് ഒന്നെന്ന് ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഏരിയ ഒന്നായിട്ട് എടുത്തു, ലെങ്ത് ഒന്നായിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, റോ ഈസ് ഈക്വൽ ടു R എന്ന് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് 1 മീറ്റർ സ്ക്വയർ ഏരിയയും 1 മീറ്റർ ലെങ്ത് ഉള്ളൊരു വസ്തു കാണിക്കുന്ന റെസിസ്റ്റൻസ് എന്താണോ അത് തന്നെയാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു ബ്രിക്ക് വെച്ചിട്ട്, അല്ല നമ്മൾ ഈ പറയുന്ന ബ്രിക്ക് വെച്ചിട്ടൊരു മതിൽ കെട്ടി, ആ മതിലിൽ ഈ പറയുന്ന 1 യൂണിറ്റ് എത്ര എന്ന് ചോദിക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ ആ മതിലിൽ നമ്മൾ കെട്ടുന്ന കല്ലിൻ്റെ ഒരു ബേസിക് അളവ് എത്രയെന്ന് ചോദിച്ചാൽ അത് 1 ചുടുകട്ടയുടെ അളവായിരിക്കും. അതുണ്ടെങ്കിൽ നമുക്ക് എണ്ണം അറിയാമെങ്കിൽ അതിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ ഏരിയ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ ഒരു യൂണിറ്റ് ഭാഗം എത്ര റെസിസ്റ്റൻസ് കാണിക്കും എന്നുള്ളതിന് വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. ഒരു മെറ്റീരിയലിൻ്റെ ഒരു യൂണിറ്റ് ഭാഗം, അതൊരു മീറ്റർ ആകാം, ഒരു സെൻറ്റിമീറ്റർ ആകാം, ഒരു മില്ലിമീറ്റർ ആകാം, നിങ്ങളുടെ ഇഷ്ടം. ഒരു യൂണിറ്റ് ഭാഗം എത്ര റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത് അതിനാണ് റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇതൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. എന്ത് ചെയ്യും, നമ്മുടെ കറണ്ട് ഫ്ലോക്ക് ഉണ്ടാകുന്ന തടസ്സത്തിന് ഡിപ്പെൻഡ് ചെയ്യും. റോ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. യൂണിറ്റ് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമും ആണെന്ന് മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ. ബേസിക്കലി ഇതിൻ്റെ ഇത്രയും ഈ പറഞ്ഞ ഫോർമുല നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഈ പറഞ്ഞ പോയിന്റുകളെങ്കിലും മിനിമം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് റെസിസ്റ്റിവിറ്റി. ഇനി നമുക്ക് ചില സർക്യൂട്ടിനകത്ത് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒറ്റവാക്കി കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഉപയോഗമില്ലാത്തൊരു കാര്യമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, അതിന് ഉപയോഗമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഉള്ളത്. പക്ഷേ എനിക്ക് അത് വെച്ച് പ്രവർത്തിപ്പിക്കാനുള്ളത് 1 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബിനെയാണ്. അപ്പോൾ എന്ത് പറ്റും, ഞാൻ ഈ 10 വോൾട്ട് ഡയറക്റ്റായിട്ട് എടുത്ത് 1 വോൾട്ട് പ്രവർത്തിക്കുന്ന ബൾബിൽ കൊടുത്താൽ ബൾബ് അടിച്ചു പോകും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ വോൾട്ടേജും അതുപോലെ കറണ്ടും കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആളുടെ പേരാണ് റെസിസ്റ്റർ. അതായത് ഒരു സർക്യൂട്ടിൽ നമുക്ക് മനഃപൂർവ്വം അതിൻ്റെ എന്ത് കുറയ്ക്കണം, അതിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഇലക്ട്രിക്കൽ കമ്പോണൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. റെസിസ്റ്ററിൻ്റെ സിമ്പൽ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റെസിസ്റ്ററിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, റെസിസ്റ്ററിൻ്റെ സിമ്പൽ എന്താണ്, ഇതാണ് റെസിസ്റ്ററിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റർ എന്താണ്, ഓക്കെ, അതൊരു ഇലക്ട്രിക്കൽ കമ്പോണൻ്റ് ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്,
ലിമിറ്റിംഗ് ഓർ റെഗുലേറ്റിംഗ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാനോ കൺട്രോൾ ചെയ്യാനോ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. റെസിസ്റ്റർ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോയും അതിലൂടെ എന്ത് ചെയ്യും, പൊട്ടൻഷ്യലും എന്ത് ചെയ്യും, കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ. നമ്മൾ റെസിസ്റ്റൻസ് കളർ കോഡിംഗ് ഒക്കെ പണ്ട് പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. ഇത് ഇങ്ങനെയാണ് റെസിസ്റ്റർ ഇരിക്കുന്നത്. നിങ്ങളുടെ ടി വി റിമോട്ടിനകത്തൊക്കെ ഇതുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഒരു റെസിസ്റ്ററിനെ ഒരു സർക്യൂട്ടിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സീരീസ് കോമ്പിനേഷനും മറ്റൊന്ന് പാരലൽ കോമ്പിനേഷനും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു റെസിസ്റ്ററിനെ ഇങ്ങനെ കണക്ട് ചെയ്തു, അതിൻ്റെ എൻഡിനെ പിടിച്ച് മറ്റൊന്ന് കൊടുത്തു, അതിൻ്റെ എൻഡിൽ പിടിച്ച് മറ്റൊന്ന് കൊടുത്തു, അതിൻ്റെ എൻഡിൽ മറ്റൊന്ന് കൊടുത്തു. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്താൽ ഇതിനെയാണ് സീരീസ് എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഒരു ബാറ്ററി ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കും. ഇതാണ് ബാറ്ററിയുടെ സിമ്പൽ. ബാറ്ററിയിൽ നിന്ന് ഞാൻ ഒരു വയർ എടുത്തിട്ട് ഒരു പോയിന്റിൽ വെച്ച് ഞാൻ ആ വയറിനെ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്ററിനെ കൊടുത്തു, ഇവിടെ ഒരു റെസിസ്റ്ററിനെ കൊടുത്തു, ഇവിടെ ഒരു റെസിസ്റ്ററിനെ കൊടുത്തു. മൂന്നിനും കൂടെ വീണ്ടും ജോയിൻ ചെയ്ത് അവിടുന്ന് ഞാൻ പിടിച്ച് ബാറ്ററി കൊടുത്താൽ ഇതാണെന്ത്, പാരലൽ കണക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊടുത്താൽ അത് സീരീസ്, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ അത് പാരലൽ. ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊടുത്താൽ അത് സീരീസ്, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ അതെന്താണ്, പാരലൽ കണക്ഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ കാണുന്നതാണ് ഒരു സീരീസ് കണക്ഷൻ. കണ്ടോ, ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊടുത്തേക്കുന്നു. കണ്ടോ, ഇവിടുത്തെ വോൾട്ടേജ് എത്ര നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വോൾട്ട് മീറ്റർ കൊടുത്തേക്കുന്നത്. മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വോൾട്ട് മീറ്റർ നമ്മൾ പാരലലായിട്ടാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ കറണ്ട് എത്ര നടക്കാനാണ് നമ്മൾ അമ്മീറ്റർ കൊടുക്കുന്നത്. അമ്മീറ്റർ നമ്മൾ സീരീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. കണ്ടല്ലോ. ഇനി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ബാറ്ററി ഇതിൽ നിന്ന് വരുന്ന കറണ്ട് ആദ്യത്തേതിൽ പോകും, രണ്ടാമത്തേതിൽ പോകും, മൂന്നാമത്തേതിൽ പോകും. സോ ഇവിടെ എന്താണ്, സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ റെസിസ്റ്ററിൽ കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കില്ല രണ്ടാമത്തേൽ കിട്ടുന്നത്, അതായിരിക്കില്ല മൂന്നാമത്തേൽ കിട്ടുന്നത്. സോ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം, വോൾട്ടേജ് ഡിഫറൻറ്റും ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതിയല്ലേ. കറണ്ട് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഫ്ലോ ആണ്. അതിങ്ങനെ വന്നിട്ട് ആദ്യത്തേക്ക് പോവും, രണ്ടാമത്തേക്ക് പോവും, മൂന്നാമത്തേക്ക് പോവും, തിരിച്ചു വരും. സോ സെയിം. പക്ഷേ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് എന്നാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിപ്പിച്ചത്, ഓർമ്മേണ്ട. അപ്പോൾ വർക്ക് ആലോചിച്ച് നോക്കിയേ, ഒരു കറണ്ട് വന്ന് ആദ്യം ഇവിടെ വർക്ക് ചെയ്യും, ആ ബാക്കിയുള്ള എനർജിയിൽ അടുത്തതിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. സോ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ആദ്യത്തേക്ക് നന്നായിട്ട് കിട്ടുമെന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ രണ്ടിലധികം റെസിസ്റ്റേഴ്സിനെ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്താൽ ആ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സീരീസ്. ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കുഴപ്പം എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും, കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി ഇവർ മൂന്ന് പേര്, ഇവിടെ മൂന്ന് റെസിസ്റ്റർ ഉണ്ട് അല്ലേ, R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. ഈ കാണുന്ന മൂന്ന് പേര്, ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ഈ സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്, അങ്ങ് കൂട്ടി വെച്ചാൽ മതി. R1 + R2 + R3. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പാരലൽ കണക്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു മാറ്റവും ഇല്ല. എന്ത് പറ്റുമെന്ന് നോക്കിയേ, ബ്രാഞ്ചുകളാക്കി നമ്മൾ കണക്ട് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ഒരു ബ്രാഞ്ച് പോയി, രണ്ട് ബ്രാഞ്ച് പോയി, മൂന്ന് ബ്രാഞ്ച് പോയി. ഇങ്ങനെ ബ്രാഞ്ചുകളാക്കി കണക്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പാരലൽ കോമ്പിനേഷൻ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഈ പറയുന്ന ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് എ എന്ന പോയിന്റിൽ എത്തിയിട്ട് മൂന്ന് ബ്രാഞ്ചായിട്ട് മാറും. ഇത് ഐ അല്ല, കറണ്ട് മൂന്നായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് പറയും, കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, കറണ്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ ഈ പറയുന്ന എഴുതിയിരിക്കുന്നതിൽ ഒരു ചെറിയ തെറ്റുണ്ടേ, ഇത് ഞാൻ മാറ്റിക്കോളാം. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് നോക്കണ്ട. ഇവിടെ എന്തായിരിക്കും, കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഓരോരുത്തർക്കും കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് സെയിം ആയിരിക്കും. കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ ഏത് ഉപയോഗിക്കുന്നത്, പാരലൽ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. അതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഏത് കോമ്പിനേഷനാണ്, അത് പാരലൽ കോമ്പിനേഷനാണ്. ഇനി പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ പറയുന്ന മൂന്ന് പേരും കൂടെ ചേർന്ന് ഈ സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റൻസ് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫോർമുല കുറച്ച് വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് 1/R എന്ന് പറഞ്ഞാൽ 1/R1 + 1/R2 +
1/R3 എന്നതായിരിക്കും എന്ത്, ഇവർ 3 പേരും കൂടെ ചേർന്ന് കൊടുക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ LCM ഒക്കെ എടുത്ത് വേണം നമുക്ക് ചെയ്യാൻ. 3 ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ചോദ്യം ഒന്നും കണ്ടില്ല, ഇനി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പായിട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വീടുകളൊക്കെ ഉപയോഗിക്കുന്ന ഏത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്ന്, ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷനിങ് ആണ്. അതായത് നമുക്ക് ഓരോ ഡിവൈസിനെയും എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, അതായത് ഇപ്പോൾ ഇതാണ് ഒരു ബാറ്ററി എന്ന് വിചാരിക്കുക. ഇവിടെ വെച്ച് എന്ത് ചെയ്തു? 3 ബ്രാഞ്ചായിട്ട് മാറി. എനിക്ക് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ട് ഇതിനെ പ്രവർത്തിപ്പിക്കാം, ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ട് ഇവനെ പ്രവർത്തിപ്പിക്കാം, ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ട് ഇവനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും പാരലൽ കോമ്പിനേഷൻ. പക്ഷേ സീരീസ് ചെയ്ത് പറ്റത്തില്ല. ആലോചിച്ച് നോക്കിയേ, സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ഒരിടത്തോട്ടും കറണ്ട് പോകത്തില്ല. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ? പാരലൽ കോമ്പിനേഷനിൽ. ഇനി പാരലൽ കോമ്പിനേഷൻ സെയിം വോൾട്ടേജ് ആണല്ലോ, അപ്പോൾ എല്ലാ കമ്പോണൻറ്റിനും കിട്ടുന്നത് സെയിം വോൾട്ടേജ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലത് ഉപയോഗിക്കുന്നത്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. 1/R1 + 1/R2 എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായാലും R1 R2 R3 കൂട്ടുമ്പോൾ കിട്ടുന്നതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷനിൽ കുറവാണ്. ഇനി പുതിയൊരു ഡിവൈസ് ആഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ്? വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ എന്ത് ഉപയോഗിക്കുന്നത്? പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ക്ലാസ്സിന് ലെങ്ത് കുറച്ച് കൂടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.